ഉമേഷ് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. വിജിലൻസ് അന്വേഷണത്തിന്റെ കാര്യത്തിൽ എന്തായി? ഇപ്പോൾ കവടിയാറിലെ വീട് പണി നടക്കുന്ന MR അജിത് കുമാറിന്റെ വീട് പണി നടക്കുന്ന ആ ഒരു വലിയ സൗധം പണിതുയരുന്ന സ്ഥലത്താണ് ഉമേഷ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. വിജിലൻസ് അന്വേഷണ പരിധിയിലേക്ക് ഈ വീടും വരുന്നുണ്ടല്ലോ അല്ലേ? ഗുഡ് മോർണിംഗ് സുജിയ. ഈ വീടും, അതായത് MR അജിത് കുമാർ കവടിയാർ ഗോൾഫ് ലിങ്ക് റോഡിൽ നിർമ്മിക്കുന്ന ഈ വീടും ഈ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് രാവിലെ നമ്മൾ ലൈവ് ചെയ്യുന്നതും. എന്തായാലും നമ്മൾ ഈ വിവാദം, അതായത് MR അജിത് കുമാറിൻ്റെ ഒരു വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് PV അൻവർ ഈ വിവാദം ഉന്നയിച്ചപ്പോൾ ഈ വീട് നിർമ്മാണത്തിൻ്റെ അടിസ്ഥാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി നിർമ്മാണം പുരോഗമിച്ചു കഴിഞ്ഞു. വിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും നിർമ്മാണമെല്ലാം കൃത്യമായി പുരോഗമിച്ച് പോകുന്നുണ്ട്. വിജിലൻസ് അന്വേഷണം ഇന്നു മുതൽ ആരംഭിക്കും. ഏറ്റവും സുപ്രധാനമായി വിജിലൻസ് അന്വേഷണം ആരംഭിക്കാൻ പോകുന്നതിൽ ഒരു ഘടകം ഇതാണ്: MR അജിത് കുമാറിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനം. അതിലൊന്നാണ് കവടിയാറുള്ള ഈ ആഡംബര സമുച്ചയം കെട്ടിപ്പൊക്കുന്നത്. അതിൽ ഏതെങ്കിലും രീതിയിലുള്ള അനധികൃതമായ സ്വത്ത് സമ്പാദനത്തിൻ്റെ ഭാഗമായാണോ ഇത് സംഭവിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അന്വേഷണ പരിധിയിൽ വരുന്നത്. നിലവിൽ തിരുവനന്തപുരം വിജിലൻസ് യൂണിറ്റിലെ പ്രത്യേക അന്വേഷണ സംഘം യൂണിറ്റ് 1 ഈ അന്വേഷണം നടത്തുന്നത്. പ്രാഥമികമായി SP നിലവിൽ ആരോപണം ഉന്നയിച്ച PV അൻവറിൻ്റെ മൊഴിയെടുക്കുക, അതുമായി ബന്ധപ്പെട്ട തുടർ മൊഴികൾ എടുക്കുക, എന്നിട്ട് പ്രാഥമികമായി റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനുശേഷം മാത്രമായിരിക്കും ഒരു FIR രജിസ്റ്റർ ചെയ്യണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലെല്ലാം ഒരു തീരുമാനമെടുക്കുക. ഈ ആദ്യഘട്ടത്തിൽ FIR രജിസ്റ്റർ ചെയ്ത ഒരു അന്വേഷണം ഉണ്ടാകില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. SP സുജിത്ദാസിനെതിരെയും അന്വേഷണമുണ്ട്. പ്രധാനമായി 5 കാര്യങ്ങളിലാണ് ഈ അന്വേഷണം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഒന്ന്, മലപ്പുറത്ത് മരമുറിയുമായി ബന്ധപ്പെട്ട് SP ക്യാമ്പ് ഹൗസിലെ മരമുറിയുമായി ബന്ധപ്പെട്ട് അത് SP സുജിത്ദാസിനെതിരെയുള്ള അന്വേഷണമാണ്. 2, മലപ്പുറത്ത് ഭാഗങ്ങളിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം. അത് 2 പേർക്കുമെതിരെയാണ്. ഒന്ന് ADGP MR അജിത് കുമാറിനും 2 സുജിത്ദാസിനുമെതിരെ. 3, ഒരു ഓൺലൈൻ മാധ്യമ പ്രവർത്തകനെതിരെ ഉള്ള കേസ് അട്ടിമറിച്ചതുമായി ബന്ധപ്പെട്ട് PV അൻവർ ഉന്നയിച്ച ആരോപണം. അത് ലക്ഷ്യമിടുന്നത് MR അജിത് കുമാറിനെ തന്നെയാണ്. കൂടാതെ MR അജിത് കുമാറിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനം, ഒപ്പം ഈ വീട്, ഇവയെല്ലാമാണ് ടേംസ് ഓഫ് റെഫറൻസ്, അതായത് അന്വേഷണ സംഘത്തിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ വരുന്നത്. വിജിലൻസ് മേധാവി തന്നെയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുക. ഒപ്പം SP ജോൺ കുട്ടി ഈ അന്വേഷണ സംഘത്തെ നയിക്കും. എന്തായാലും ഇപ്പോഴും ADGP MR അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി തുടരുകയാണ്. അതേ നിലയിൽ തന്നെ തുടർന്നുകൊണ്ട് അന്വേഷണം എങ്ങനെ കൃത്യമായി അല്ലെങ്കിൽ എത്രത്തോളം പ്രായോഗികമായി മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്നുള്ള വിമർശനവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. അതിനും ഒരുപക്ഷെ മുഖ്യമന്ത്രി ഇന്ന് നടത്തുന്ന വാർത്താ സമ്മേളനത്തിൽ മറുപടിയും പ്രതീക്ഷിക്കുന്നുണ്ട്. സുജയ.